അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആനി വ ദിക്രില്ലാഹി അസ്സ വജല്ല. ഓ അബൂ ദർ, നീ ഖുർആൻ പാരായണം ചെയ്യലും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലലിനെയും മുറുകെ പിടിക്കുക. കാരണം ഫഇന്നഹു ദിക്റുൻ ലക ഫിസ് സമാഇ വ നൂറുൻ ലക ഫിൽ അർളി. അത് നിനക്ക് വാനലോകത്ത് നിന്നെ സ്മരിക്കുന്നതും ഭൂമിയിൽ നിനക്കുള്ള പ്രകാശവുമാകുന്നു. അതുകൊണ്ട് വാനലോകത്ത് മലക്കുകൾ നമ്മെക്കുറിച്ച് സ്മരിക്കണമെങ്കിലും ഭൂമിയിൽ നമുക്ക് സന്മാർഗം തെളിഞ്ഞു വരാനുള്ള പ്രകാശം ലഭിക്കണമെങ്കിലും നമ്മളും ഖുർആൻ പാരായണം ചെയ്യുകയും അതുപോലെ ധാരാളം ദിക്റുകൾ ചൊല്ലുകയും വേണം. ഖുർആൻ പാരായണത്തിന് അത്രയും വലിയ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്ന ഒരു പാഠം നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈനി. രണ്ട് കാര്യത്തിലല്ലാതെ നിങ്ങൾ ഒരാളോടും അസൂയ വെക്കാൻ പാടില്ല. അസൂയ എന്ന് പറയുന്നതിന് വലിയ മാരകമായ ഒരു വിഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലു നാറുൽ ഹതബ. തീ വിറകിനെ തിന്നും പോലെ അസൂയ നന്മകൾ തിന്നുകളയും. അത്രയും മാരകമായ ഒരു വിഷമാണ് അസൂയ എന്നുള്ളത്. അതൊരിക്കലും ഒരു മുഅ്മിനിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. എന്നാൽ രണ്ട് കാര്യത്തിൽ അസൂയ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹു അൽ ഖുർആന ഫഹുവ യഖൂ ബിഹി ആനാ അൽ ലൈലി വ ആനാ അൻ നഹാർ. ഒരാൾക്ക് അല്ലാഹു തആല ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും അതനുസരിച്ച് രാവും പകലും അദ്ദേഹം ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. ഇയാളിൽ നമുക്ക് അസൂയപ്പെടാം. അതുപോലെ രണ്ടാമത്തെ ആള് വ റജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖുഹു ആനാ അൽ ലൈലി വ ആനാ അൻ നഹാർ. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളമായി സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് കൊണ്ട് രാവും പകലും എല്ലാ സമയത്തും അദ്ദേഹം സ്വതക ചെയ്യുന്നു, ഹദിയ ചെയ്യുന്നു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു. ഇങ്ങനത്തെ ആളിലും നമുക്ക് അസൂയ വെക്കാം. പക്ഷെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അസൂയ അനുവദിക്കപ്പെട്ട ഈ രണ്ട് കാര്യത്തിൽ ആ അസൂയക്ക് ഒരു നിർവചനമുണ്ട്. അതെന്താണ്? നമ്മൾ ആരെയാണോ അസൂയ വെക്കുന്നത് അതുപോലെ നമ്മൾക്കും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അവൻ്റെത് ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മ ആ വ്യക്തിയുടേത് നഷ്ടപ്പെട്ടു പോകണം എന്നിട്ട് എനിക്കത് കിട്ടണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അയാൾക്ക് ഉള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ടാവണം എന്നേ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.